السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ ഈദിയം മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. പല മുറാദുകൾ എഴുതി കമന്റ് ബോക്സിൽ അറിയിക്കുന്ന ആളുകളുണ്ട്. വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകളുണ്ട്. വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിക്കുന്ന ആളുകളുണ്ട്. അർഹമർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ. അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അമലിനെ പറ്റിയാണ്. ഒരു മഹത്താക്കപ്പെട്ട ഒരു ദിക്റിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ വന്ന ഒരു മഹത്താക്കപ്പെട്ട ഒരു ദിക്റിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ധാരാളം ആളുകളുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്ന ആളുകൾ, വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ പറയുന്നതാണ്, തങ്ങളെ വലിയ ടെൻഷനാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ പ്രയാസത്തിലാണ്, മാനസികമായ പിരിമുറുക്കമാണ് തങ്ങളെ, വലിയ ടെൻഷനാണ്, എന്ത് ചിന്തിച്ചാലും വലിയ ടെൻഷനായി ആകെ മനസ്സിനെ വല്ലാണ്ട് കുഴക്കുകയാണ് തങ്ങളെ. ഞാൻ അനുഭവിക്കുന്ന ഈ ടെൻഷൻ മനസ്സിനെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഞാൻ വലിയ ടെൻഷനായി വലിയ പ്രയാസത്തിലാണ്, മാനസികമായ പിരിമുറുക്കമാണ് തങ്ങളെ, വലിയ പ്രതിസന്ധിയിലും വലിയ പ്രയാസത്തിലുമാണ്. ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതിന് ഞാൻ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? ഞാൻ ഓതേണ്ട സൂറത്ത് ഏതാണ്? ഞാൻ ചൊല്ലേണ്ട സ്വലാത്ത് ഏതാണ് എന്ന് ചോദിച്ച് വിളിച്ച് പരിഹാരം തേടുന്ന ആളുകളുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഒന്ന് വേവലാദികൾ പറയുന്ന ആളുകളുണ്ട്. ടെൻഷനാണ്, വെറുതെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ്. ആലോചിച്ച് ഞാൻ മെഡിസിന്റെ വക്കിൽ നിൽക്കുകയാണ് തങ്ങളെ. ഗുളികയിൽ മെഡിസിൻ ഇല്ലാതെ, ഗുളിക കുടിക്കാതെ ഒരു ദിവസം ഉറങ്ങാൻ കഴിയില്ല. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറങ്ങാൻ എടുക്കുന്ന സമയത്തും ഞാൻ വല്ലാണ്ട് ടെൻഷനാകുകയാണ്, വല്ലാണ്ട് ആലോചിച്ച് കൂട്ടുകയാണ്. ഇതിനെന്താണ് പരിഹാരം? ഇതിന് ഞാൻ ചെല്ലേണ്ടത് എന്താണ്? ഞാൻ പതിവാക്കേണ്ട ദിക്ർ ഏതാണ്? എല്ലാവർക്കും പല ജാതി ടെൻഷനുകളാണ് ഇന്നും മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പല ജാതി ടെൻഷനുകൾ. ആദ്യകാലങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴുള്ള തലമുറ വലിയ ടെൻഷൻ അടിക്കുകയാണ്. ചെറിയ പ്രയാസത്തിനും വലിയ ടെൻഷനാകുകയാണ് അവർ. ടെൻഷനായി പ്രയാസം പറയുന്ന കൂട്ടത്തിൽ
ടെൻഷനായി പ്രയാസപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ ലെവലിലേക്ക് എത്തി നിൽക്കുന്ന കൂട്ടത്തിൽ ആളുകളെ മുന്നേ അന്വേഷിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരാണ്. അത് എടുത്തു നോക്കുന്ന സമയത്ത് കൂടുതലും ചെറുപ്പക്കാരാണ്. ടെൻഷൻ അടിച്ച് ചെറിയ ഒരു നിസാര പ്രയാസത്തിന് വലിയ ടെൻഷനാകുകയാണ്. ഇതിന് ഞാൻ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ഇത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞ ദിക്ർ ഏതാണ്? ആയത്ത് ഏതാണ് ഞാൻ ചൊല്ലേണ്ടത്? ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു ചൊല്ലാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പല ജാതി ടെൻഷനുകളാണ്. ഒരു കുടുംബനാഥൻ അനുഭവിക്കുന്ന ടെൻഷന് അവന്റെ കുടുംബത്തെ ചിന്തിച്ചിട്ടാണ്. ഒരു കുടുംബിനി അനുഭവിക്കുന്ന ടെൻഷൻ അവരുടെ മക്കള്. അങ്ങനെയുള്ള ടെൻഷനുകളാണ് ഒരു കുടുംബിനി അനുഭവിക്കുന്നത്. എൻ്റെ മകന്റെ കല്യാണം റെഡിയാകില്ലേ? എൻ്റെ മകന്റെ കല്യാണം റെഡിയായാൽ മതിയായിരുന്നു. വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയായാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ മക്കളുടെ ജോലി റെഡിയായാൽ മതിയായിരുന്നു. ഭർത്താവിന്റെ ജോലി റെഡിയായാൽ മതിയായിരുന്നു. അങ്ങനെ ജോലി റെഡിയാവൂലേ? അങ്ങനെ ടെൻഷൻ അടിക്കുകയാണ് ഒരു കുടുംബിനി. ടെൻഷൻ അടിച്ച് ഫിക്റായി ഡിപ്രഷൻ ലെവലിലേക്ക് എത്തുകയാണ്. പിന്നെ അവർക്ക് മെഡിസിൻ വേണം. ഒരു നേരം ഉറങ്ങണമെങ്കിൽ മെഡിസിൻ വേണം. അധികവും ടെൻഷൻ അടിക്കുന്നത് പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് കൂടുതലായിട്ട് ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ ലെവലിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ യുവാക്കളും വലിയ ടെൻഷൻ അടിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ ഒരു ഒറ്റമൂലിയായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 114 അധ്യായങ്ങളിലെ ഒരു അധ്യായത്തിലെ അവസാനത്തെ ആയത്താണ്. അതിലൊരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത്. ആ ആയത്തിനെ ഒരു ദിക്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു ദിക്റായിട്ട് ആ ആയത്ത് മുഴുവനില്ല, അതിൻ്റെ ഒരു പകുതി ഒരു ദിക്റായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപയോഗിക്കാം. അത് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. ആ ആയത്തിന് ആരെങ്കിലും ചൊല്ലിയാൽ, ഇപ്രകാരം ഈ എണ്ണത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അവരെ സകലമായ ടെൻഷനുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അല്ലാഹു മാറ്റി നൽകും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ആരെങ്കിലും ഈ എണ്ണത്തിൽ ഈ ആയത്തിനെ പ്രാവർത്തികമാക്കിയാൽ, ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, നിങ്ങൾ ഇനി വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഇനി ടെൻഷൻ അടിക്കണ്ട. മകന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം ആലോചിച്ചിട്ടും നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഒന്നുമില്ല തങ്ങളെ, ഒരു പ്രയാസമില്ല, വെറുതെ ടെൻഷൻ അടിക്കുകയാണ്. വെറുതെ ഒരു ടെൻഷൻ അടിക്കുകയാണ്. നെഞ്ഞിൽ നിന്ന് എന്തോ ഒരു ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടുകയാണ്. അപ്പോഴാണ് എനിക്ക് ടെൻഷൻ കൂടുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിക്കേണ്ടത് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ടോ? ടെൻഷനാണോ പ്രയാസം? ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞ ഈ ദിക്ർ നിങ്ങൾ പ്രാവർത്തികമാക്കണം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് ആ ദിക്ർ? ഏതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞ ഈ മഹത്താക്കപ്പെട്ട ദിക്ർ? എന്ത് പ്രയാസമാണെങ്കിലും, എന്ത് നീറുന്ന പ്രതിസന്ധിയാണെങ്കിലും, എന്ത് ടെൻഷനാണെങ്കിലും, വല്ലായ്മയാണെങ്കിലും, പോരായ്മയാണെങ്കിലും അല്ലാഹു പരിഹരിച്ചു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ചെറിയ എണ്ണത്തിൽ രാവിലെയും വൈകുന്നേരം നിങ്ങളെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസം പിന്നെ അവനക്ക് ടെൻഷൻ ഉണ്ടാവൂല, ആ ദിവസം അവനക്ക് പ്രയാസം ഉണ്ടാവൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ദിവസം അവനക്ക് സന്തോഷപൂരിതമായ റാഹത്തായ ദിവസമായിരിക്കും അവനക്ക് നേരുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഈ ആയത്തിലെ, ഈ സൂറത്തിലെ അവസാനത്തെ ഈ ആയത്തിനെ ഒരു ദിക്റായിട്ട് ഇൻഷാ അല്ലാഹ് രാവിലെയും വൈകുന്നേരം നിങ്ങൾ ചൊല്ലണം. ഏതാണ് ആ ആയത്ത്? ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുമ്പ്
ധാരാളം ആളുകളാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്‌ലിസിലേക്ക് വിളിച്ചന്വേഷിക്കുന്നത് എപ്പോഴാണ് തങ്ങളെ ഇനി വീട്ടിലുണ്ടാകുക, ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത്, ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇനി വരുന്ന കൺസൾട്ടിങ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന നമ്പറിൽ വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്തു വരിക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾക്ക് ഈ സയ്യിദിയ മജ്‌ലിസിൽ കൊണ്ട്, ഈ സയ്യിദിയ മജ്‌ലിസ് കൊണ്ട് ധാരാളം നേട്ടങ്ങൾ കൊയ്തെടുത്ത ആളുകൾ, വലിയ പ്രയാസങ്ങൾ മാറിയ ആളുകൾ, വലിയ പ്രയാസത്തിന് വലിയ പരിഹാരമായത് ഈ സയ്യിദിയ മജ്‌ലിസാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ധാരാളം ആളുകൾ ഓരോ നിരന്തരം അനുഭവങ്ങൾ ഇങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് സാധാരണ മജ്‌ലിസല്ല. ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുത്ബ് ബാഹസൻ ജമലുല്ലൈലി ഉപ്പാപ്പ, ജമലുല്ലൈലി സാദാത്ത്, ഞങ്ങളെ വല്ലിപ്പയായ ഞങ്ങളൊക്കെ ഉപ്പാപ്പയായ ജമലുല്ലൈലി ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമാണ് ഈ മജ്‌ലിസിന്റെ വളർച്ച, ഈ മജ്‌ലിസിന്റെ ശക്തി. അതാണ് ഈ മജ്‌ലിസിലേക്ക് വന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വലിയ പരിഹാരം നേടുന്നത്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വന്നുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കുന്ന ആളുകൾ, വിവാഹ കാര്യങ്ങൾ, വിവാഹ തടസ്സങ്ങൾ പരിഹരിക്കുന്ന ആളുകൾ, ജോലി തടസ്സങ്ങൾ, ജോലി പ്രയാസങ്ങൾ പരിഹരിക്കുന്ന ആളുകൾ, പൈശാചികമായ ശർറുകൾ കുടുങ്ങി നിന്ന ആളുകൾ, അവർക്ക് വരെ വലിയ പരിഹാരമാകുന്നത് ഈ മജ്‌ലിസ്. അല്ലാഹുവേ, നീ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തീരില്ല. അത്രയും നേട്ടങ്ങളാണ് ഇവിടമിൽ നേടിയെടുത്ത ആളുകൾ. അല്ലാഹുവേ, നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ്, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ദിക്ർ, ഏതാണ് ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ആ ആയത്ത്, ഏതാണ് ആയത്ത്? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 114 അധ്യായങ്ങളിലെ 9ാമത്തെ അധ്യായം ഏതാണ്? അധ്യായം 9ാമത്തെ അധ്യായം, ബിസ്മി ഇല്ലാത്ത 9ാമത്തെ അധ്യായം ഏതാണ്? സൂറത്തു തൗബ. സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്ത്. എത്രയുണ്ട് ആയത്തുകള്? സൂറത്തു തൗബയിലെ 129 ആയത്തുകൾ. അതിൽ അവസാനത്തെ ആയത്ത്, അവസാനത്തെ 2 ആയത്തുകളുടെ മഹത്വം നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ മഹത്വങ്ങൾ ആ ആയത്ത് മുഴുവനില്ല, അതിലെ ഒരു ദിക്ർ, ചെറിയൊരു ഭാഗം. ആ 129ാമത്തെ ആയത്തിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നത്. ഈ മജ്‌ലിസിൽ വെച്ച് നീറുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, നീറുന്ന ടെൻഷനുകൾ അനുഭവിക്കുന്ന ആളുകൾ, തങ്ങളെ പൊട്ടിക്കരഞ്ഞ് ഇവിടമിൽ വന്ന് പറയുന്ന ആളുകൾ, വലിയ ടെൻഷനാണ് തങ്ങൾ, വലിയ ഭാരം എൻ്റെ ഹൃദയത്തിൽ ചുമന്നതുപോലെ, എൻ്റെ തലയിൽ വലിയ ഭാരം ചുമന്നതുപോലെ, എനിക്ക് എന്തെന്നറിയില്ല, വലിയ ടെൻഷനാണ്. കാര്യം എടുത്തു നോക്കിയാൽ ഒന്നുമില്ല, എന്നാലാണെങ്കിലും വലിയ ടെൻഷനും വലിയ ഫിക്റാണ്, വലിയ ടെൻഷൻ, എൻ്റെ മാനസിക നില പോലും തെറ്റിക്കിടക്കുകയാണ് തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറയുന്ന ആളുകളുണ്ട്. ഈ പ്രയാസം കൊണ്ട് എൻ്റെ ഭാര്യ ഇട്ടെറിഞ്ഞു പോയി, എൻ്റെ മക്കള് പോയി, എൻ്റെ കുടുംബം പോയി തങ്ങളെ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു പറയുന്ന ആളുകൾ. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. പൊട്ടിക്കരഞ്ഞ് നീറുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മൾ ഈ മജ്‌ലിസ് കാണുന്നവരിലുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ രക്ഷ കൊടുക്കണേ അല്ലാഹ്, രക്ഷ കൊടുക്കണേ അല്ലാഹ്, നീ സലാമത്തേകണേ അല്ലാഹ്, നീ സലാമത്തേകണേ തമ്പുരാനെ. അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഈ ഒരു ദിക്ർ സൂറത്തു തൗബയിലെ 9ാമത്തെ അധ്യായം, സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്ത് 129ാമത്തെ ആയത്തിലെ ഈ ചെറിയൊരു ദിക്ർ ഇൻഷാ അല്ലാഹ്
പതിവാക്കിക്കൂടെ? നമുക്ക് പതിവാക്കിക്കൂടെ? എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ നമുക്ക് പതിവാക്കിക്കൂടെ? ഈ അവസാനത്തെ 129ാമത്തെ ആയത്തിലെ ഈ ചെറിയൊരു ഭാഗം നമുക്ക് പതിവാക്കിക്കൂടെ? അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഏതാണ് ആ ആയത്ത്? സ്ക്രീനിൽ കാണുന്നത് പോലെ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെയാണ് ഇൻഷാ അല്ലാഹ്, ഈ ആയത്തിനെയാണ് ഇൻഷാ അല്ലാഹ് രാവിലെ സുബഹി നിസ്കരിച്ച് നമ്മൾ അദ്കാറുകളൊക്കെ കഴിഞ്ഞ് ഒരു 7 പ്രാവശ്യം അന്നത്തെ ദിവസം നമുക്ക് ടെൻഷൻ ഉണ്ടാവൂല, പ്രയാസങ്ങൾ ഉണ്ടാവൂല, പ്രതിസന്ധി ഉണ്ടാവൂല. ഒരു നിലക്കും അല്ലാഹു നമ്മളെ കൊടുക്കൂല. ഏതാണ് ആ ദിക്ർ? ഏതാണ് ആയത്ത്? ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഏതാണ് ആയത്ത്? ഏതാണ് ആയത്ത്? ഒരിക്കലും നമുക്ക് പ്രയാസം വരൂല, ഒരിക്കലും ടെൻഷൻ അല്ലാഹു നൽകൂല. വലിയ ടെൻഷനിലും വലിയ പ്രയാസത്തിലും കുടുങ്ങി നിൽക്കുന്ന ആളുകൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നിങ്ങൾ ഇൻഷാ അല്ലാഹ് പതിവാക്കണേ, ജീവിതത്തിൽ പതിവാക്കണേ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഒരു 7 പ്രാവശ്യം, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഒരു 7 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണേ. ഏതാണ് ആയത്ത്? സൂറത്തു തൗബയിലെ അവസാനത്തെ 129ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? അതിലൊരു പകുതി ഭാഗം ഒരു ദിക്റായിട്ട് നിങ്ങൾ ചൊല്ലണേ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇൻഷാ അല്ലാഹ് വൈകുന്നേരവും രാവിലെയും ഒരു 7 പ്രാവശ്യം നിങ്ങളെങ്ങാനും ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ടെൻഷനും അല്ലാഹു നിനക്ക് നൽകൂല. എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദര, നീ ചൊല്ലണേ. നീ വലിയ ടെൻഷനാണെങ്കിൽ ഈ ദിക്ർ നിങ്ങൾ പതിവാക്കണേ. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് ഒന്ന് ചൊല്ലി നോക്ക്. ചെറിയ ദിക്റാണ്, നമ്മളെപ്പോഴും ചൊല്ലുന്ന ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് ചൊല്ലി നോക്ക്. ഒരു 7 പ്രാവശ്യം നീ ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് വലിയ ടെൻഷനും അല്ലാഹു മാറ്റി നൽകും, വലിയ റാഹത്ത് അല്ലാഹു നൽകും, വലിയ മനസ്സമാധാനം അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാൻ അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ടെൻഷനുകൾ അനുഭവിക്കുന്ന ആളുകൾ, വലിയ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, മാനസികമായ പിരിമുറുക്കങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെ പതിവാക്കണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് ഞങ്ങളെ സകലമായ മുറാദുകൾ നീ ഹാസിലാക്കണേ. അല്ലാഹ് വലിയ ടെൻഷനുകൾ, പ്രയാസങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ മാറ്റി നൽകണേ. അല്ലാഹു ഒരു ഹിമ്മത്ത് ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ് ഒരു ധൈര്യം ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ് എല്ലാം കൊണ്ടും അല്ലാഹ് നീ റാഹത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അല്ലാഹ് മനസ്സമാധാനം ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹ് മനസ്സമാധാനം നൽകണേ തമ്പുരാനെ. സാഹിര്യങ്ങളെ സിഹ്റിനെ ഞങ്ങളെ കാക്കണേ. അല്ലാഹ് മാക്രിയങ്ങളെ മക്രണത്തൊട്ട് കാക്കണേ. അല്ലാഹ് ഫതാനിയങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ. അല്ലാഹ് ളാലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണേ. അല്ലാഹ് ഐനിയങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ. അല്ലാഹ് ചതിയന്മാരെ ചതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ. അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊയക്കല്ലേ. അല്ലാഹ്
ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ, ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ, ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ അല്ലാ, മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളെ മജ്ലിസ് കാണുന്നവർ രോഗികളാണ് അല്ലാ, പരിപൂർണ ശിഫ നൽകണേ അല്ലാ, പരിപൂർണ ശിഫ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ഇഷ്ടം വെക്കുന്ന മജ്ലിസ് സ്ഥിരമായി കാണുന്ന, മുടങ്ങാതെ കാണുന്ന ആളുകൾ ഇന്ന് ഹോസ്പിറ്റലിലാണ് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ അല്ലാ, അങ്ങനെ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാ, രോഗശമനം നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങൾ അല്ലാ, ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും ഒരുപോലെ കാർന്നു നിന്ന മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, മൂത്രത്തിന്റെ പൈപ്പിട്ട്, ഭക്ഷണത്തിന്റെ പൈപ്പിട്ട്, കാഷ്ടത്തിന്റെ പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുക്കേണ്ടി വരുന്ന അസുഖങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ്, അപകട മരണങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമായ അല്ലാ, മരണം ഖൈറാകുന്ന സമയത്ത് നല്ലവരോട് കൂടെ ഈമാനോട് കൂടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളെ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരെ നീ കൊയക്കല്ലേ അല്ലാ, നീ കൊയക്കല്ലേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് പ്രതിസന്ധികൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ടെൻഷൻ കൊടുക്കല്ലേ തമ്പുരാനെ. റഹ്മുർ റഹീമായ അല്ലാ, ഞങ്ങളെ കാത്തോളണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാ. റഹ്മുർ റഹീമായ അല്ലാ, അവർ എന്താണോ എഴുതി അറിയിക്കുന്നത്, അവരെ മനസ്സിലുള്ള മുറാദ് എന്താണോ അല്ലാ, നീ ഹാസിൽ ചെയ്യണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാം ചെയ്യണേ അല്ലാ, നീ ഹറാം ചെയ്യണേ തമ്പുരാനെ. റഹ്മുർ റഹീമായ തമ്പുരാനെ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് ഞങ്ങളെ കാണിക്കണേ അല്ലാ, നീ കാണിക്കണേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണാം. സയ്യിദിയം മജ്ലിസിന്റെ കീഴിൽ ഇരു ഹറമുകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ട്. എൻ്റെ നേതൃത്വത്തിൽ പോവാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാവർക്കും താല്പര്യമാണ്.
ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളാ ഷരീഫിലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ആഗ്രഹിക്കാത്തവർ നമ്മളെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും ആഗ്രഹമാണ്. പോയവർക്കാണെങ്കിലോ ഇനിയും പോവാൻ ആഗ്രഹമാണ്, കൊതിയാണ്. അവിടമിൽ ചെല്ലാനും നമ്മളെ പാപം പതിഞ്ഞ പാദം മുതാഫിലൊന്ന് നിർത്തി ദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കാബ കണ്ട് കാബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഒരു ഉമ്മ പെറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പോയവർക്ക് ഇനിയും പോവാൻ അല്ലാഹ് നീ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിന്റെ കീഴിൽ പോകുന്നുണ്ട്. ആരെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാകും. നമ്മളുമായി ബന്ധപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, നമ്മളെ കുടുംബത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്നവരിൽ അയൽവാസികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരിലേക്കും ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ആഗ്രഹമുള്ള ആളുകൾ, ഇനി പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്, അതിലേക്കും കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്യുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.